morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് മാർക്കറ്റിംഗ് എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? എവിടെ വരെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എടുത്തു നിർത്തിയത്? ഓർക്കുന്നുണ്ടോ? ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലേ? അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അതെ അതെ. ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മള് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലേതാ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് 7 elements of marketing plan ആണ് അല്ലെ? അതിൽ നമ്മൾ സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് പറഞ്ഞു, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് പറഞ്ഞു, അനലൈസ് ദ റിസർച്ച് പറഞ്ഞു, ദെൻ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് പറഞ്ഞു, ഡിറ്റർമൈൻ എ ബഡ്ജറ്റ് പറഞ്ഞു. ഇനി അടുത്തതാണ് ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. വന്ദന മിസ്സിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആൾക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്ന് പോയതാണ് കേട്ടാ. ഇപ്പൊ ഓക്കെ ആയി കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നോക്കാം. അപ്പൊ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങള് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നതാണ് ഈ ഒരു സ്റ്റെപ്പില് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവരെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? അവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ അല്ലെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എന്ത് ചെയ്യുന്നത്? അവര് പിന്നീടും ഈ ഒരു സ്ഥാപനത്തെ തന്നെ എന്ത് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യാൻ വരുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവര് മാന്യമായിട്ട് നമ്മളോട് പെരുമാറുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു തരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഇഷ്ടം തോന്നും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പിന്നെയും ആ എന്തൊരാവശ്യം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരാവശ്യം വന്നാലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പ്രിഫർ ചെയ്യുക അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ നമ്മൾ താല്പര്യം കാണിക്കുക. അത് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഓരോ പേഷ്യൻസിനും സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിനും കുറച്ചും കൂടി നന്നായി കാര്യങ്ങൾ അവരെ അധികം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് തന്നെ ഒത്തിരി സമയമൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് തന്നെ സ്വയമേ ചെയ്യാവുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട, അവർക്ക് സ്റ്റാഫുകൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ ആണ് പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻസ് ടു സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാർക്ക് എന്തിനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ എന്തിനുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഓരോ പേഷ്യൻസിനും സംതൃപ്തി നൽകുന്ന രീതിയിൽ അല്ലെ? അവിടുന്ന് ഓരോ പേഷ്യൻസിനും പോകുന്നത് എങ്ങനെയായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ സംതൃപ്തമായിട്ടായിരിക്കണം അവിടെ നിന്ന് പോവേണ്ടത്. അങ്ങനെ ഓരോ പേഷ്യൻസും അവിടെ നിന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ച് അവിടുത്തെ ജീവനക്കാര് പെരുമാറണം അല്ലെ? അതിനനുസരിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എങ്ങനെയാണ് ഓരോ പേഷ്യൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്കൊരു ട്രെയിനിങ് സെക്ഷൻസ് അവിടെയുള്ള ജീവനക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത് ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ്. എന്താണ്? അവിടെ പേഷ്യൻസിന് സ്വയം ചെയ്യാവുന്ന, സ്വയം ഷെഡ്യൂൾ ചെയ്യാവുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക. എന്താണ്? വെബ്സൈറ്റ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ നീഡ് ടു ടെലിഫോൺ ദ ഓഫീസ് ഫോർ ആൻ അപ്പോയിന്റ്മെന്റ്. ഇനി എന്താ? ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ആ ഓഫീസിലേക്ക് വിളിച്ച് അങ്ങനെയുള്ള നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി വെബ്സൈറ്റുകളിലൂടെ ഇവർക്ക് സ്വയം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക. നമ്മൾ ചെയ്യാറുണ്ടോ? അപ്പോയിന്റ്മെന്റുകളൊക്കെ ഓൺലൈനായിട്ട് എടുക്കാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അപ്പോയിന്റ്മെന്റുകളൊക്കെ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ? നമ്മുടെ എപ്പോഴാണോ നമ്മുടെ ഡോക്ടേഴ്സ് ഏത് ദിവസമാണോ വേണ്ടത് ആ ദിവസത്തിനനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്യാണ് ചെയ്യുക അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ് അല്ലെ? അപ്പൊ കൃത്യമായിട്ടുള്ള സമയവും നമുക്ക് ഡേറ്റും ഏത് ഡോക്ടറെ ആണോ വേണ്ടേ അതൊക്കെ നമുക്ക്
കൃത്യമായിട്ട് നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും അല്ലെ. മറ്റൊരാളുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ അല്ലെ. നമ്മളൊരു ടെലിഫോണിലൊക്കെ വിളിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ചിലപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. ചില സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അവർ ബിസി ആയിട്ട് നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പോലും ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടായെന്ന് വരില്ല അല്ലെ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ചിലപ്പോൾ അറിയാനായിട്ട് പറ്റില്ല. പക്ഷെ അതേ സമയം ഒരു വെബ്സൈറ്റ് ആവുമ്പോൾ നമുക്ക് ആരുടെയും സഹായം അവിടെ ആവശ്യമായി വരുന്നില്ല. നമുക്ക് സ്വയം നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റിനും സമയത്തിനും നമുക്ക് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാവുന്നതാണ് അല്ലെ. അപ്പൊ അതോടൊരു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ പേഷ്യൻസിനെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമുള്ള ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ കുറച്ചും കൂടി അവർക്ക് ആ ഒരു സ്ഥാപനത്തിനോട് ഒരു ഇഷ്ടം തോന്നില്ലേ ഇല്ലേ. നമുക്കാണെങ്കിലും കുറച്ചും ഫ്രീ ആണ്, നമ്മുടേതായ ടൈമിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. മൂന്നാമത്തത് മേക്ക് ദ റിസപ്ഷൻ റൂം ബെറ്റർ ആൻഡ് ബെറ്റർ. ഇനി എന്താ നമ്മൾ കയറി ചെല്ലുന്നത്, നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നത് ഏതാ റിസപ്ഷൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലേക്ക് അല്ലെ. നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിലെയും ആദ്യം നമ്മൾ ചെല്ലുന്ന ഇടമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് വളരെ ഡെക്കറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റൂം വളരെ മനോഹരമാക്കി നിലനിർത്തുക അല്ലെ. ആൻഡ് ഫീൽ ബെറ്റർ ആയിരിക്കണം. നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോ അവരിത് കാണുമ്പോ അവർക്ക് വളരെ ബെറ്റർ ആയിട്ട് അത് തോന്നണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുക അല്ലെ. അപ്പൊ ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോ അവരാദ്യം കാണുന്ന അല്ലെങ്കിൽ അവരാദ്യം ചെല്ലുന്ന ഒരു ഇടമാണ് റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ റൂമുകള് കാര്യങ്ങളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതുമായി ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസും അങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത ഇവരിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ പോയിന്റ്? നെക്സ്റ്റ് വരുന്നത് പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാർക്കെല്ലാം അവരുടെ നെയിം ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുക. Call for staffs to introduce themselves to each new patient. അതായത് ഇപ്പൊ ഒരു പുതിയ പേഷ്യന്റ് വന്നു, അപ്പൊ നിങ്ങൾ ചെന്നപ്പോഴും നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവും. പുതിയതായിട്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് ചെല്ലാണ്. ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് അറിയില്ല, എന്തെങ്കിലും ലാബ് എവിടെയാണെന്ന് അറിയാൻ പറ്റുണ്ടാവില്ല, സ്കാൻ സെന്റർ എവിടെയാണെന്ന് അറിയാൻ പറ്റുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവര് തന്നെ അവരുടെ ഒരു സ്റ്റാഫിനെ വിളിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണത് ഇന്ന ആളെ നിങ്ങളെ സഹായിക്കും, ഇന്ന ആളെ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്കൊക്കെയാണ് ഇവർക്ക് പോവേണ്ടത്, നിങ്ങളൊന്ന് അവരെ ഗൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ അവരെ വിടുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ അല്ലേ? ആണോ? നിങ്ങൾ കംഫർട്ടബിൾ ആണോ? അങ്ങനെ അല്ലേ? നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാണ്. കാരണം നമുക്ക് അവിടെ ഹോസ്പിറ്റൽ അറിയില്ല, അവിടുത്തെ ഓരോ കാര്യങ്ങളും അറിയില്ല. അതേസമയം ഇവര് നമ്മുടെ കൂടെ നമ്മൾ ഗൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുവരുമ്പോ ആ സ്ഥാപനത്തിനോടും ആ ജീവനക്കാരോടും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളോടും നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലെ. അപ്പൊ അതൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അതാണ് അവിടെ പറയുന്നത്. Call for staff to introduce themselves to each new patient. പുതിയതായി വരുന്ന ഓരോ പേഷ്യൻസിനും അവരെ സെൽഫായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ ചെയ്യുക, ഈ പേഷ്യൻസിനെ ഹാൻഡ് ഓവർ ചെയ്യുക. അവരാണ് പിന്നീട് ഓരോ പേഷ്യൻസിനെയും ഓരോരോ ഇടങ്ങളിലേക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവേണ്ടത്. അങ്ങനെയാണ് ആ പേഷ്യൻസിനെ കുറച്ചും കൂടി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. Then conduct post-encounter telephone interviews with new patients within 3 days of their appointment. അതായത് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു, അവർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഹോസ്പിറ്റലില്, ഇനി എങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബെറ്റർ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ആ അപ്പോയിന്റ്മെന്റുകൾക്ക് കഴിഞ്ഞതിന് ശേഷം 3 ദിവസം, ആ 3 ദിവസത്തെ കൂടുതലൊന്നും നമ്മൾ ചെയ്യണ്ട, ആ 3 ദിവസം ഇന്നിപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ കണ്ടു, ഡോക്ടറെ കണ്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത 3 ദിവസത്തിനുള്ളില് ഇവിടെ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാം, ടെലിഫോൺ കോളുകളിലൂടെ ഇന്റർവ്യൂസ് വരുന്ന പേഷ്യൻസിന്റെ ഇന്റർവ്യൂസ് എടുക്കുക. എന്തിനാ ചെയ്യുക, ആ പേഷ്യൻസിന് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നല്ല കെയർ ഈ ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നുണ്ട് എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണോ. നമുക്ക് അങ്ങനെ തോന്നില്ലേ, ഓ നമ്മുടെ കാര്യത്തില് ആ ഹോസ്പിറ്റൽ എന്ത് നല്ല ശ്രദ്ധയാണ് കൊടുക്കുന്നത്, ആരെ വിളിക്കുമ്പോൾ നമുക്ക് തോന്നൂലേ? ഇല്ലേ, നിങ്ങൾക്ക് തോന്നോ? ആർക്കാണ് ആരെയാണ് വിളിച്ചത് പറഞ്ഞത് തോന്നാറില്ലേ? ആര്യ അല്ലെ, ആര്യക്ക് തോന്നിയിരുന്നോ അങ്ങനെ?
തോന്നി അല്ലെ? നമ്മുടെ കാര്യങ്ങളോ നമ്മളെ ഓരോരുത്തരെയും അവിടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് വരുത്താനായിട്ട് ഇത് സാധിക്കുന്നുണ്ട് അല്ലെ? ഇതെല്ലാം എന്താണ് ശരിക്കും? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ആരുടെ തന്ത്രങ്ങളാണ്? ഹോസ്പിറ്റൽ നടപ്പിലാക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കിയാൽ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ കൂടി അവര് പിന്നെയും ഈ സർവീസുകൾ മേടിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് തന്നെ അവരെ വരുത്തണം അല്ലെ? അതിനുവേണ്ടി ആ ഹോസ്പിറ്റലുകാർ നടത്തുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരു സർവീസിന് വേണ്ടി ഒരു സ്ഥാപനത്തിലേക്ക് ഇവർ വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ഥാപനം നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുവഴി നല്ല രീതിയിലുള്ള പേഷ്യൻസിനെ പുതിയ പേഷ്യൻസിനെയും നിലവിലുള്ള അവിടെയുള്ള പേഷ്യൻസിനെയും നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓക്കെ ആണോ? ഇത് റിപ്പീറ്റ് ചെയ്യണോ മിസ്? റിപ്ലൈ ചെയ്തേ. ക്ലിയർ അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഇനി അടുത്തതാണ് ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക അല്ലെ? അപ്പൊ ഇവിടെ നമ്മള് കൃത്യമായിട്ട് ആ സർവീസ് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റിംഗ് പ്ലാൻ ആണ് അല്ലെ? ഒരു ഗോള് സെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് റിസർച്ചുകൾ നടത്തി, അത് അനലൈസ് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ സർവീസ് അല്ല, ഒരു ഗോള്, ഒരു ഹോസ്പിറ്റലിന്റെ ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു സർവീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാന ഗോളുകൾ അല്ലെ? അപ്പൊ ആ സർവീസ് അല്ലെങ്കിൽ ആ ഗോൾ എന്താണോ അത് നടപ്പിലാക്കുന്ന സ്റ്റേജ് ആണ് ഡെവലപ്മെന്റ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന സ്റ്റേജ്. ക്ലിയർ അല്ലേ? നോക്കിയേ, an implementation schedule is a timeline that shows which marketing actions will be done when and by whom. അതായത് ഇവിടെ നമ്മൾ ഒരു സർവീസ് കൊണ്ടുവരാൻ പോവാണ് അല്ലെ? അപ്പൊ ആ സർവീസ് കൊണ്ടുവരുമ്പോ ഇവിടെ ശരിക്കും ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ടൈം ലൈൻ ആണ്, അതായത് ഒരു സമയരേഖയാണ്. എന്തിനെ കുറിച്ചുള്ള ഒരു സമയരേഖയായിരിക്കാം? ഒരു ഏതൊരു മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളും എപ്പോൾ ആരിലൂടെ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ഒരു സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഏതൊരു മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളും, ഇപ്പൊ ഒരു സർവീസ് ആണ് നമ്മളിവിടെ കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു സർവീസ് കൊണ്ടുവന്ന് അത് ആരിലൂടെ എപ്പോൾ നടപ്പിലാക്കണം അല്ലെ? അത് ആരിലൂടെ എപ്പോൾ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഇവിടെ ടീച്ചേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് പറയുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു കോഴ്സ് തുടങ്ങി, നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിളുകൾ പ്രകാരം ഇവിടെ ടീച്ചേഴ്സിനെ അലോട്ട് ചെയ്ത് ഓരോരുത്തരും അത് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അല്ലെ? ആണോ? തരുന്നുണ്ടോ? കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലും ഒരു സർവീസ് കൊണ്ടുവരണമെങ്കിൽ അത് എത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് സെറ്റ് ചെയ്യണം അല്ലെ? ഇനി അവിടെ ഓരോ പ്രവർത്തനങ്ങളും ആരിലൂടെയാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്, അതിനനുസരിച്ചുള്ള ജീവനക്കാരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അതാണ് ശരിക്കും ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഹോസ്പിറ്റലുമായി ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഓരോ ടീച്ചേഴ്സിനെയും കൃത്യസമയത്ത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഒരു ക്ലാസ് ആണ്, അതിന് ഇന്ന ടീച്ചർ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അത് അവരിലൂടെയാണ്, അതായത് ടീച്ചേഴ്സിലൂടെയാണ് നമ്മൾ ശരിക്കും ഇത് നടപ്പിലാക്കുന്നത് അല്ലെ?
ആണോ? പിക്ചേഴ്സിലൂടെയല്ലേ ശരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും ഇതുപോലെ സർവീസുകൾ കൊണ്ടുവരുമ്പോ അതിനനുസരിച്ചുള്ള ജീവനക്കാരെ വെച്ച്, സ്റ്റാഫുകളെ വെച്ച്, അവരിലൂടെ നമ്മൾ എപ്പോൾ എവിടെ വെച്ച് ഈ ഒരു സംഭവം, ഈ സർവീസ് നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? എന്താണ് അത് റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. when creating the schedule, carefully take into consideration how the activities will influence the current practice operations and whether there are enough resources such as staff, time and money to fulfill the necessary task. ഇനി എന്താ, ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കണം. കൃത്യമായിട്ട് നമ്മൾ സമയം പറയുന്നുണ്ട്. ഇന്ന സർവീസുകൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, ഇന്ന ടാസ്കുകൾ ഇന്ന സ്റ്റാഫുകൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം. അത് അങ്ങനെയായിരിക്കണം അവിടെ ഓരോ കാര്യങ്ങളും പേഷ്യൻസിന് ചെയ്തു കൊടുക്കേണ്ടത് എന്ന രീതിയിൽ നമ്മുടെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത് നടപ്പിലാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ച് വേണം ഈ പറയുന്ന ഓരോ സർവീസും അവിടെ നടപ്പിലാക്കാൻ. എന്തുകൊണ്ടാണ്? അവിടെ ഓൾറെഡി ഒത്തിരി സർവീസുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിപ്പുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസ് ആയിരിക്കോ, ഒത്തിരി സർവീസുകൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പുതിയൊരു സർവീസ് നമ്മൾ നടപ്പിലാക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന സർവീസുകളെ അത് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? ഓൾറെഡി ഒരു സർവീസ് വന്നു, പുതിയതായിട്ട് ഒരു സർവീസ് നമ്മൾ കൊണ്ടുവരാണ്. അപ്പൊ മുൻപുണ്ടായിരുന്ന സർവീസുകളെ ഇത് ബാധിക്കാൻ പാടില്ല അല്ലെ. അത് എങ്ങനെയാണോ മുൻപ് ആ സർവീസുകൾ നടന്നുകൊണ്ടിരുന്നത് അത് അതുപോലെ അവിടെ നടക്കണം. പുതിയതായിട്ട് വരുന്ന സർവീസ് അതിൻ്റെതായ രീതിയിൽ നടന്നു പോകണം അല്ലെ. രണ്ടും കൂടി ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, രണ്ടിനെയും ബാധിക്കാൻ പാടില്ല അല്ലെ. അത് പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു പുതിയ സർവീസ് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. whether there are enough resources, ഈ ഒരു സർവീസ് നമ്മൾ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? എന്തൊക്കെയാണ്? ഇപ്പൊ പുതിയൊരു സർവീസ് വരുമ്പോ അതിനനുസരിച്ച് അവിടെ ജീവനക്കാർ വേണ്ടേ അല്ലെ. സ്റ്റാഫുകള് നല്ല ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ജീവനക്കാര് ആവശ്യമാണ്, അവരുണ്ടോ? ടൈം, എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് നമുക്ക് ഈ ഒരു സർവീസ് ചെയ്യാനുള്ള സമയം. ആൻഡ് മണി, ഒത്തിരി മെഷീനറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ പണമുണ്ടോ അല്ലെ. ഇതും പരിഗണിക്കാതെ നമുക്കൊരു സർവീസ് അവിടെ നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ടു ഫുൾഫിൽ ദ നെസസറി ടാസ്ക്, നമുക്ക് ആവശ്യമായ ജോലികൾ നിറവേറ്റുന്നതിനായിട്ട് ആവശ്യമായ ജീവനക്കാരുണ്ടോ, ആവശ്യമായ സമയം നമുക്ക് ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്ന കാര്യങ്ങളിലുള്ള ആവശ്യമായ വിഭവങ്ങളെല്ലാം ഉണ്ടോ എന്ന് ആദ്യം പരിഗണിക്കണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഈ പുതിയൊരു സർവീസ് അവിടെ നടപ്പിലാക്കുമ്പോൾ നിലവിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിലവിലുള്ള സർവീസുകളെ ഇത് ബാധിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചു വേണം ഈ പറയുന്ന ഓരോ സർവീസുകളും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട്. ക്ലിയർ ആയോ? ഒരു മിസ് പറഞ്ഞു തരാം. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം ഒരു ചെറുതായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ എന്താണോ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ അവിടെ നടപ്പിലാക്കുന്ന സ്റ്റേജ് ആണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതിനുവേണ്ടി ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ തയ്യാറാക്കണം. ആ ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്ന ഏതൊരു മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളും ആരിലൂടെ എപ്പോൾ എവിടെ വെച്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഒരു ടൈം ലൈൻ, ഒരു സമയരേഖയാണ് ശരിക്കും ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മൾ അവിടെ നടപ്പിലാക്കാൻ പോകുമ്പോൾ അവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ പരിഗണിക്കേണ്ടതാണ്, കൺസിഡർ ചെയ്യണം. എന്താണ് ഒന്നാമത്തെ കാര്യം കൺസിഡർ ചെയ്യേണ്ടത്? അവിടെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവീസുകളെ ഈ പുതിയൊരു സർവീസ് വന്നാൽ ബാധിക്കുമോ അല്ലെ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പുതിയ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം നമുക്ക് അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആവശ്യമായ ജീവനക്കാര്, ആവശ്യമായ സമയം, ആവശ്യമായ പണം മുതലായ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ
നിലവിൽ ഇപ്പോൾ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം ഒരു സർവീസ് നമ്മൾ അവിടെ നടപ്പിലാക്കാനായിട്ടുള്ള ഈ ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്. ഓക്കെ ആണോ? മനസ്സിലായോ എന്താണ് ആ സ്റ്റേജ് ആ ഒരു മെത്തേഡ് എന്നുള്ളത്? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാണേ. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. അപ്പൊ നമ്മൾ എന്താണ്, നിങ്ങൾ ഓരോ സ്റ്റെപ്പും പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. അടുത്ത സ്റ്റെപ്പ് ഇന്നതാണ്, അത് കഴിഞ്ഞ് ഇനി ഇന്നതായിരിക്കും വരെ അല്ലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്തായി ആ ഗോൾ എന്ത് ചെയ്തു, നടപ്പിലാക്കിയേക്കാണ് അല്ലെ. ഇപ്പൊ അത് സർവീസ് ആണെങ്കിൽ ആ സർവീസ് നമ്മൾ അവിടെ നടപ്പിലാക്കി. അത് നടപ്പിലാക്കിയത് അങ്ങനെ അതിന്റെ വഴിക്ക് വിടാൻ പറ്റുമോ? ഇല്ല അല്ലെ. നടപ്പിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ചെക്ക് ചെയ്യണം. നല്ല രീതിയിൽ അത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, പ്രോഗ്രസ് ഉണ്ടോ അല്ലെ. ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കേണ്ടത് ചെയ്യേണ്ടി വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇവാലുവേഷൻ നടത്തണം, വിലയിരുത്തൽ നടത്തണം അല്ലെ. അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഓക്കെ, ഇവാലുവേറ്റ് പ്ലാൻസ് ഫ്രീക്വന്റ്ലി ബൈ കമ്പയറിംഗ് യുവർ പ്രോഗ്രസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. നമ്മൾ അവിടെ നടപ്പിലാക്കിയ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇപ്പൊ നടത്തുന്ന സർവീസുകൾ, പുതിയതായിട്ട് കൊണ്ടുവന്ന സർവീസുകളൊക്കെ നല്ല രീതിയിൽ പുരോഗതിയോടുകൂടി പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അത് കമ്പാരിസൺ ചെയ്യണം, താരതമ്യം ചെയ്യണം. അതായത് ഇപ്പൊ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മളൊരു സർവീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഒരു 3 മാസത്തെ കാര്യങ്ങളും അടുത്ത 3 മാസത്തെ കാര്യങ്ങളും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സർവീസ് നല്ല പ്രോഗ്രസീവ് ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത്, പുതിയ പുതിയ പേഷ്യൻസ് ഈ ഒരു സർവീസിലേക്ക് കിട്ടുന്നുണ്ടോ, അത് അടുത്ത 3 മാസത്തേക്ക് പേഷ്യൻസ് കുറവാണ് കിട്ടുന്നത്. അങ്ങനെ കുറവാണെങ്കിൽ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാണ്, അവിടെ താരതമ്യം ചെയ്യാണ് ഇതിന്റെ പ്രോഗ്രസ് എത്രത്തോളം വരുന്നുണ്ട്. അങ്ങനെ പേഷ്യൻസ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് എന്തുകൊണ്ടായിരിക്കാം അല്ലെ, അതറിയണം അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ പേഷ്യൻസ് കുറവ് വരാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു സർവീസിന് വേണ്ടി അധികം ആളുകൾ വരാത്തത് എന്തുകൊണ്ടാവാം എന്ന കാരണങ്ങൾ കണ്ടെത്തി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും നമ്മൾ ഏതൊരു കാര്യം നമ്മൾ നടപ്പിലാക്കിയാലും അത് അവിടെ നടപ്പിലാക്കിയ മാത്രം പോരാ, അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിലയിരുത്തലുകൾ നടത്തുകയും വേണം. അപ്പൊ അതിനുവേണ്ടി ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തൽ നടത്തി താരതമ്യം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ന്യൂനതകളോ കുറവുകളോ ഏതെങ്കിലുമൊക്കെ ഏരിയസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ആളുകളിലേക്ക് സർവീസുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. Then there are several ways, അതൊന്നും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. There are several ways you can judge the result of your progress. പല മെത്തേഡുകളിലൂടെ, പല വഴികളിലൂടെ നമ്മുടെ ഈ ഒരു സർവീസിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതിയുടെ ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്താനായിട്ട് സാധിക്കും. ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ്? ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പേഷ്യന്റ് സർവേ സ്കോറുകളിലൂടെ പറ്റുമോ? ഒരു പുരോഗതി, അതായത് ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി, ആ ഒരു നടപ്പിലാക്കിയ സർവീസ് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ലൊരു സർവീസ് ആണോ എന്ന കാര്യങ്ങള് ആളുകളിൽ നിന്ന് നമുക്ക് അറിയണമെങ്കിൽ പേഷ്യന്റ് സർവേ സ്കോറുകൾ എടുത്താൽ പറ്റില്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എന്താന്നുള്ളത്? പേഷ്യന്റ് സർവീസ് സ്കോറുകളിലൂടെ നമുക്ക് ഈ ഒരു സർവീസിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ട്. അപ്പൊ പേഷ്യൻസിന്റെ സർവേ കിട്ടുന്ന അതിന്റെ സ്കോറുകളിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ സർവേ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, എന്താണ് എക്സലന്റ് ആണോ, ഗുഡ് ആണോ, ആവറേജ് ആണോ എന്നൊക്കെ ചോദിക്കാറില്ലേ അവര്? ഓപ്ഷൻസ് ചോദിക്കില്ലേ? നിങ്ങളൊന്ന് സർവേ ചെയ്തില്ലേ? ഇതിന്റെ അല്ലെങ്കിൽ വേറെ ഏതിന്റെങ്കിലും ഒക്കെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒത്തിരി പേര്, അതായത് കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സർവേ സ്കോറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു സർവീസ് നല്ല രീതിയിലാണോ അവിടെ കൊടുക്കുന്നത് അല്ലെ. അതേസമയം തീരെ മോശം കമന്റുകൾ അല്ലെങ്കിൽ മോശം രീതിയിലുള്ള സർവേ റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും വേണം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടെത്താം.
റെഫറൽ സോഴ്സസ്, അതായത് നേരിട്ട് ഇന്റർവ്യൂസിലൂടെ, സർവേ അല്ലാതെ നേരിട്ട് ഇന്റർവ്യൂ ഒബ്സർവേഷൻസിലൂടെയൊക്കെ. റെഫറൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു പ്ലേസോ ഒരു തിങ്ങോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, ക്ലയൻസ് മുതലായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ നമുക്ക് നേരിട്ട് ഇന്റർവ്യൂസോ കാര്യങ്ങളോ ഒബ്സർവേഷൻസോ ഒക്കെ വഴി നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ആൻഡ് ഇൻക്രീസ്ഡ് ഇൻകം, വർദ്ധിച്ച വരുമാനം അല്ലെ. വരുമാനം വർദ്ധിക്കുന്നതിൽ നിന്ന് ഒരു സർവീസ് നടപ്പിലാക്കി സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന വരുമാനത്തെക്കാൾ ഇൻകം കൂടിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന്? ആ ഒരു സർവീസ് നല്ലതാണെന്നാണോ അത് മോശമാണെന്നാണോ? ആ ഇൻകം കുറച്ചുകൂടി ആ ഒരു സർവീസ് നടപ്പിലാക്കിയപ്പോൾ ഇൻകം, അവരുടെ വരുമാനം വർദ്ധിച്ചു. അപ്പൊ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? നല്ല സർവീസ് ആണെന്ന് മനസ്സിലാവും അല്ലെ. അതുകൊണ്ടാണല്ലോ ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ടല്ലേ അവിടെ ഇൻകം അല്ലെ, ഇൻകം വർദ്ധിക്കുന്നത്. അതുപോലെ ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസ് അല്ലെ, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനെ എണ്ണം ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. അതും നല്ലൊരു സർവീസിന്റെ ലക്ഷണമാണ് അല്ലെ. നല്ല സർവീസുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് പുതിയ പുതിയ പേഷ്യൻസ് വർദ്ധിക്കുന്നത് ആണല്ലോ. ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈന്റ്സ്, കംപ്ലൈന്റുകളുടെ എണ്ണം കുറയുന്നത് അല്ലെ. മോശം സർവീസ് ആണെങ്കിൽ കംപ്ലൈന്റ്സ് കൂടുതലായിരിക്കില്ലേ? കംപ്ലൈന്റ്സ് കൂടുതലായിരിക്കും അല്ലെ. അതേസമയം നല്ലൊരു സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ കംപ്ലൈന്റ്സ് വരുന്നത് കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് സർവീസ് സ്കോറുകളിലൂടെയാവാം റെഫറൽ ചോദിക്കാട്ടോ, ഏതൊക്കെ മെത്തേഡുകളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ നമുക്കൊരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇത് സർവീസ് നടപ്പിലാക്കിയതിന്റെ പ്രോഗ്രസ് ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഏതൊക്കെ വഴികളിലൂടെയാ? പേഷ്യന്റ് സർവീസ് സ്കോറുകളിലൂടെ മനസ്സിലാക്കാം, റെഫറൽ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിലൂടെ മനസ്സിലാക്കാം, ഇൻക്രീസ്ഡ് ഇൻകം, വരുമാനം വർദ്ധിക്കുന്നതിലൂടെ, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ, ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈന്റ്സ് കുറയുന്നതിലൂടെയും നമുക്ക് ഈ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ അതിന്റെ പുരോഗതി മനസ്സിലാക്കാൻ പറ്റും. ആ പുരോഗതിയിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് നമ്മൾ ആ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്താണ് അല്ലെ. ആ വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന സർവീസ് മികച്ചതാണോ, അല്ലെങ്കിൽ അത് അത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നാൽ നമുക്കത് മികച്ചാക്കി കൊണ്ടുവരാൻ പറ്റും, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന പോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. Clear ആണോ? Create an evaluation process. റെഫറൽ സോഴ്സോ, റെഫറൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തികളാവാം, അതായത് നമ്മുടെ കസ്റ്റമേഴ്സോ ക്ലയൻസോ മുതലായിട്ടുള്ളത് കേട്ടോ. അവരിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ്, സർവേ സ്കോർ അല്ലാതെ അവരിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇന്റർവ്യൂസിലൂടെയോ ഒബ്സർവേഷൻസിലൂടെയോ ഒക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ അപ്പൊ അടുത്തത് നമ്മള് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ രണ്ട് മെത്തേഡാണ് പറഞ്ഞത് അല്ലെ. ഇതിപ്പോ ഏതിലാ പഠിച്ചുകൊണ്ടിരുന്നേ? മാർക്കറ്റ് പ്ലാനിങ്ങിലാണ് നമ്മൾ ഇത്രയും 7 സ്റ്റെപ്പുകൾ പഠിച്ചത്. ഇനി അടുത്തത് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അടുത്തതാണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, ഏതൊരു മാർക്കറ്റിങ്ങിനെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ആശയവിനിമയത്തിലൂടെയാണ് ഇത് നമുക്ക് ആളുകളിലേക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനിലും അത് തന്നെയാണ്.
The marketing communication is a noticeable of any of the marketing mix variables. ഏതൊരു മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഏതൊരു ഘടകത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അത് പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യാം അല്ലെ. The marketing communication consists of a number of elements that make up the marketing communication mix. ഇനി നിരവധി ഘടകങ്ങൾ അതായത് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ consist of a number of elements. ഈ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനില് നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ എല്ലാം കൂടി ചേർന്നാണ് ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ആയി മാറുന്നത്. നമ്മൾ എന്താണ് സ്ട്രാറ്റജീസ് ഒക്കെ എന്ത് ചെയ്തു മിക്സ് ചെയ്തിട്ട് എന്താ പറഞ്ഞ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കിയില്ലേ. 4 പീസ് മിക്സ് ചെയ്തിട്ട് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മിക്സ് ചെയ്ത് മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കിയില്ലേ. അതുപോലെ പലതരത്തിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ നിരവധി ഘടകങ്ങൾ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ അടക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ എന്തുണ്ടാക്കുന്നുണ്ട് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു മിശ്രണം അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ എലമെന്റ്സ് ആയിരിക്കും ആ ഒരു മിക്സിൽ വരുന്നത്. അഡ്വർടൈസിങ് വരുന്നുണ്ട്, പരസ്യം ചെയ്യൽ അല്ലെ. ഇതൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമല്ലേ. പരസ്യം ചെയ്യൽ വരുന്നുണ്ട്. പേഴ്സണൽ സെല്ലിംഗ് വ്യക്തിഗത സെല്ലിംഗ് അല്ലെ. വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണൽ സെല്ലിംഗ് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. വ്യക്തിഗത വിൽപ്പന. സെയിൽസ് പ്രൊമോഷൻസ് നടത്താറുണ്ട് അല്ലെ. ആൻഡ് പബ്ലിസിറ്റി കൊടുക്കാറില്ലേ ഓരോ കാര്യങ്ങൾക്കും അല്ലെ. ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നേരിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. എന്താണ് സൈബർ മാർക്കറ്റിംഗ്? സൈബർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോ എന്തൊക്കെ വരാം? നിങ്ങൾ വാങ്ങിക്കാറുണ്ടോ? ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടോ നിങ്ങള്? മൊബൈലുകളിലൂടെയൊക്കെ അല്ലെ. നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഒത്തിരി സാധനങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളല്ലേ. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അല്ലെ. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒത്തിരി അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് മൊബൈലിൽ ഒത്തിരി ഗ്രൂപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അതിലൊക്കെ നമുക്ക് പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മൾ വെറുതെ ഒരു വാങ്ങുകയല്ല. നിങ്ങൾ എന്ത് സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഒരു പരസ്യം കണ്ടല്ലേ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന വെബ്സൈറ്റിലുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ആപ്പിൽ കയറിയാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും എന്നൊരു ഒരു പരസ്യം ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. അപ്പൊ അതുപോലെ ഒത്തിരി ഇതുപോലെയുള്ള നിരവധി ഘടകങ്ങൾ അടങ്ങി ഒന്നാണ് എന്തെന്ന് പറയുന്ന മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്ന ഒരു മിശ്രണമാണ്. അവിടെ അഡ്വർടൈസിംഗ് വരുന്നുണ്ട്, പേഴ്സണൽ സെല്ലിംഗ് വരുന്നുണ്ട്, സെയിൽസ് പ്രൊമോഷൻസ് വരുന്നുണ്ട്, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗ് മുതലായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് 2 പോയിന്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ഇനി മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത് ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ മെത്തേഡുകളാണെന്നുള്ളത് കേട്ടോ. ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ്. ചില മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡുകളാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ് കണ്ടിട്ടുണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ നടത്തുന്നത് ആരെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും സംഘടനകളുടെ ഒക്കെ ചോദിച്ചുകൊണ്ട് അവർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ. ഒരു പ്രത്യേക ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുകൾ പകർന്നു നൽകുക അല്ലെങ്കിൽ അവയർനെസ്സുകൾ ഉണ്ടാക്കുക. അതെ, ക്യാമ്പുകൾ നടത്താറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ളത് അല്ലെ. ഇപ്പൊ നോക്കി അവയർനെസ് പ്രോഗ്രാം ഫോർ കൺസ്യൂമേഴ്സ് മെഡിക്കൽ ക്യാമ്പ്. അവയർനെസ് പ്രോഗ്രാമുകൾ നടത്താറില്ലേ? കണ്ടിട്ടില്ലേ? മെഡിക്കൽ ക്യാമ്പുകള്, ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഡിക്കൽ ക്യാമ്പുകള്, അവയർനെസ് പ്രോഗ്രാമുകള് ഫോർ കൺസ്യൂമർ മെഡിക്കൽ ക്യാമ്പുകൾ, ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടത്താറുണ്ട്. അല്ലാത്ത മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഐ ക്യാമ്പുകൾ, ഡെന്റൽ ക്യാമ്പുകൾ അല്ലെ. അങ്ങനെ ഓരോരോ രീതിയിലുള്ള ഡയബറ്റിക്സുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടത്താറുണ്ട് ഇല്ലേ. അവിടെ വരുന്ന പേഷ്യൻസിനെ അവർ എന്ത് ചെയ്യാറുണ്ട്? ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഒരു ഐ ക്യാമ്പ് ആണെങ്കിൽ അവർ ആവശ്യമായ രീതിയിൽ കണ്ണിന്റെ ടെസ്റ്റ് പ്രവർത്തനം അങ്ങനെയൊക്കെയാണ്. ഓൾറെഡി നിങ്ങൾക്ക് എത്രത്തോളം രീതിയിൽ കാഴ്ചയുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യും അല്ലെ.
ചെക്ക് ചെയ്യാറില്ലേ? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചില വലിയ നിസ്സാരമായിട്ടുള്ള കുഴപ്പമാണെങ്കിൽ ജസ്റ്റ് അവര് ഒരു മരുന്നൊക്കെ പ്രിഫർ ചെയ്യുള്ളൂ. അതേസമയം തിരുകൂടിയൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാറുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ നേരത്തെ അപ്പോയിന്റ്മെന്റുകൾ എടുത്ത് വരാൻ പറയാറുണ്ടോ? പറയാറുണ്ട് അല്ലെ? ഓൾമോസ്റ്റ് മിക്കവരോടും പറയാറില്ലേ? ഇല്ലേ? ഓൾമോസ്റ്റ് മിക്ക ആളുകളോടും പറയാറില്ലേ? നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പറയാറുണ്ടോ? അതെന്തുകൊണ്ടാ അങ്ങനെ? ഹോസ്പിറ്റലിൽ തന്നെ വരുന്നല്ലേ ഇവര് പറയാറ്? വേറെ ഹോസ്പിറ്റലിൽ പോകാൻ പറയാറുണ്ടോ? ഇല്ല അല്ലെ? അത് അവരുടെ തന്ത്രമാണ് അല്ലെ? ഇതും ഒരു ബിസിനസ് പരമായിട്ടുള്ള സ്ഥാപനം തന്നെയാണ് ശരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ പറയുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തേഡുകളൊക്കെ കൊണ്ടുവരുന്നത്. അല്ലാതെ നമുക്ക് ബെനിഫിറ്റ് ആവണം, അതോടൊപ്പം തന്നെ ആർക്കും കൂടി ബെനിഫിറ്റ് കിട്ടണം, അതിനോടൊപ്പം ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനും അതോടൊപ്പം പ്രോഫിറ്റ് ഉണ്ടാവണം അല്ലെ? രണ്ട് രീതിയിലും നമുക്ക് ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി പേഷ്യൻസിനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ടും ഈ ഒരു പറയുന്ന മെഡിക്കൽ ക്യാമ്പുകൾ വഴി, അവയർനെസ് പ്രോഗ്രാംസ് വഴി, എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഈ പറയുന്ന മെത്തേഡുകൾ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ സർവീസുകൾ അവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവര് പറയും അല്ലെ? അതിനോടൊപ്പം ഇന്ന സർവീസുകളുണ്ട്. ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അവർ പറയാറില്ല ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന വിഭാഗത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവർ തുടങ്ങുന്നേ? ആണോ? പങ്കെടുത്തവർക്ക് അറിയാൻ പറ്റും അല്ലെ? Then website marketing to different referral avenues such as corporate, insurance companies, smaller healthcare organization. എന്താണ് അടുത്തത്? വെബ്സൈറ്റ് മാർക്കറ്റിംഗിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്തെങ്കിലും ഒരു റെഫറൽ അവന്യൂസ് എന്ന് വെച്ചാൽ എന്താ? പലതരത്തിലുള്ള റെഫറൽ മാർഗങ്ങളിലേക്ക് അല്ലെ? സച്ച് ആസ് കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി മുതലായവയുമായി ബന്ധപ്പെട്ട് റെഫറൽസ് അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഹോസ്പിറ്റലുകാരും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആയിട്ട് പാർട്ണർഷിപ്പിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഉണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ഇൻഷുറൻസ് കമ്പനീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ കിട്ടാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ പോളിസി എടുക്കണം, എന്നാ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ ഫ്രീ ആയിട്ടല്ല. നമ്മൾ അതിനനുസരിച്ച് കിട്ടിയാൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റ് മാർക്കറ്റിംഗിലൂടെയാണ് കൂടുതലും അവരിലേക്ക് എത്തിക്കുന്നത് അല്ലെ? നമ്മൾ നേരിട്ടല്ലല്ലോ, കൂടുതൽ വെബ്സൈറ്റുകളിലൂടെയൊക്കെ അല്ലേ നിങ്ങൾ അത് കാണുന്നത്. ഇന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഒത്തിരി കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനി, കോർപ്പറേറ്റുകളൊക്കെ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഇവരുമായിട്ട് പാർട്ണർഷിപ്പിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനി, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, കോർപ്പറേറ്റുകൾ മുതലായവയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മുതലായവയെ പ്രൊമോട്ട് ചെയ്യുന്ന മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് മാർക്കറ്റിംഗുകൾ നടത്താറുണ്ട്. Then alluring international patients through medical tourism. കണ്ടിട്ടുണ്ടോ? ഇന്റർനാഷണലി നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പേഷ്യൻസ്, നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് നമ്മുടെ ഇവിടെ മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഇവിടെ ട്രീറ്റ്മെന്റുകൾക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ? വിദേശികൾ വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ആയുർവേദ ട്രീറ്റ്മെന്റിനാവാം, അല്ലാത്ത മറ്റെന്തെങ്കിലും എന്താണ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റിയൊക്കെ അന്വേഷിച്ച് അവരവിടെ നിന്ന് ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ അവിടെ ഒരു ടൂറിസം കൂടി ഇവർ ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ അവർക്ക് നാടും കാണാം, അവരുടേതായ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് തിരിച്ചു പോവാം എന്ന രീതിയിൽ ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അല്യൂറിംഗ് ഇന്റർനാഷണൽ പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താ? അല്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അവിടെ വശീകരിക്കുക എന്നുള്ള മീനിങ് ആണ്. നമ്മൾ അവരെ അട്രാക്ട് ചെയ്യുക അല്ലെ? മെഡിക്കൽ ടൂറിസത്തിന്റെ ഇമ്പോർട്ടൻസും അവിടുത്തെ പ്രത്യേകതകളൊക്കെ കാണിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള പേഷ്യൻസ്, അന്താരാഷ്ട്ര പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നു അല്ലെ? അല്ലെങ്കിൽ അവരെ ആകർഷിച്ച്
കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻഡ് പ്രൊമോഷണൽ പാക്കേജസ് ഫോർ വേരിയസ് ഒക്കേഷൻസ്, പലതരത്തിലുള്ള അവസരങ്ങൾക്കനുസരിച്ചുള്ള പ്രൊമോഷണൽ പാക്കേജുകൾ കിട്ടാറുണ്ടോ? ഉണ്ടോ? പ്രൊമോഷണൽ പാക്കേജ് നിങ്ങൾ ചിലപ്പോൾ കാണാറില്ലേ? ഇപ്പൊ ഫുൾ ഹെൽത്ത് ചെക്കപ്പുകള് ഇത്ര പാക്കേജ്, ഒരു പാക്കേജ് ആയിട്ടൊക്കെ കൊടുക്കും അല്ലെ? ഫുൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്താല് ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് റിഡക്ഷൻ, അല്ലെങ്കിൽ ഇത്ര രൂപ പെർസെന്റേജ് ഇത്ര റിഡക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെവിടെയും കൊടുക്കാത്ത രീതിയിലുള്ള വിലക്കുറവിലൊക്കെ അവരിവിടെ എന്ത് ചെയ്യും? മെഡിക്കൽ ചെക്കപ്പുകളാണെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളിലേക്ക് ഒരു 2-3 ഐറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും അല്ലെ, ഒരു സെറ്റ് ആയിട്ട് ക്രമീകരിച്ച് നമുക്ക് അങ്ങനെയുള്ള പാക്കേജുകൾ അവർ തരത്തിലുള്ള പ്രൊമോഷണൽ പാക്കേജ് ഇപ്പൊ പുതിയ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്രൊമോഷണൽ പാക്കേജുകൾ ഒരു ഫാമിലിക്ക് മൊത്തമുള്ള ഒരു പാക്കേജുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോരോ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവും. അത് പല അവസരങ്ങളിൽ അവർ മാറ്റി മാറ്റി ഇങ്ങനെയുള്ള പാക്കേജുകൾ ഇട്ടുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എന്തൊരു മെത്തേഡും എന്തിനു വേണ്ടിയാണ്? ശരിക്കും കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയാണ്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിലെ സർവീസുകളെ കുറിച്ച് അറിയിക്കാനും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഈ സർവീസിന് വേണ്ടി എല്ലാ ഹോസ്പിറ്റലിനെ മനസ്സിലാക്കാനും ഹോസ്പിറ്റലിലേക്ക് വരാനും ഈ പറയുന്ന ഓരോ മെത്തേഡുകളിലൂടെയും സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പറയാലോ. Then effective hospital marketing is fulfilled by developing smart and sensible advertising and marketing campaigns. ഒരു ഫലപ്രദമായ ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് നിറവേറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബൈ ഡെവലപ്പിംഗ്, എങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? വളരെ സ്മാർട്ട് ആയിട്ടുള്ള, വളരെ സമർത്ഥമായതും ആൻഡ് സെൻസിബിൾ, വളരെ വിവേകപൂർണവുമായിട്ടുള്ള അഡ്വർടൈസിംഗ്, പരസ്യം ചെയ്യലോ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളും നടത്തുക. അല്ലാതെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത ടോപ്പിക്കുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് എന്ന് കണ്ടിട്ടുണ്ടോ? വളരെ കുറച്ച് സെക്കൻഡുകളല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ? വളരെ കുറച്ച് സെക്കൻഡ്സിലെ ഒരുപാട് സമയം, ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും ഒരുപാട് സമയം നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് കണ്ട് നമുക്ക് കളയാൻ തരാറുണ്ടോ? ഇല്ല അല്ലെ? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. പക്ഷെ നമുക്ക് എല്ലാ കാര്യവും അതിൽ നിന്ന് കിട്ടാറുണ്ടോ? ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോ ഓൾമോസ്റ്റ് അവർ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ പറ്റാറുണ്ട് അല്ലെ? എത്തിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ എപ്പോഴും ഒരു പരസ്യം ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യുമ്പോഴാണെങ്കിലും വളരെ സ്മാർട്ട് ആയിട്ട് അല്ലെ, വളരെ സമർത്ഥവും വിവേകപൂർണവുമായിട്ടായിരിക്കണം അത് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ വളരെ ഫലപ്രദമായിട്ട് ആ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് നിറവേറ്റാൻ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് പോയിന്റ് ആണ്, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഷുഡ് കൺസിസ്റ്റ് ഓഫ് വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് ടു ഇൻക്ലൂഡ് പ്രസ് റിലീസസ് അല്ലെ. നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് മാത്രമല്ല, മീഡിയ മിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട് ഉണ്ടല്ലോ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസില് എന്തൊക്കെയാണ്? പ്രസ് റിലീസുകള് കണ്ടിട്ടുണ്ടോ? പ്രസ് റിലീസുകള്, പത്രക്കുറിപ്പുകൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റല് പുതിയ ഡോക്ടേഴ്സ് ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു സേവനം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയ പാക്കേജുകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പുകൾ അല്ലെങ്കിൽ പ്രസ് റിലീസുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പേപ്പറിന്റെ കൂടെയൊക്കെ വരാറുണ്ടോ? ന്യൂസ് പേപ്പറിന്റെ കൂടെയൊക്കെ വരാറുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ? അതുപോലെ പ്രിന്റുകള് അല്ലെ, പലതരത്തിലുള്ള നോട്ടീസുകളായിട്ടോ അല്ലാതെ മറ്റെന്തെങ്കിലും ബ്രോഷേഴ്സ് പോലെയുള്ള കാര്യങ്ങളായിട്ടോ നമ്മൾ കാണാറുണ്ട് അല്ലെ. ടെലിവിഷൻ, ടിവിയിലൂടെ കാണാറുണ്ടല്ലോ അല്ലെ? ടിവിയിലൂടെ കാണാറില്ലേ? റേഡിയോ കേൾക്കുമ്പോഴൊക്കെ ഓരോ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഇപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് പോലെ പറയാറുണ്ട് അല്ലെ. ആ വെബ് അല്ലെ, നമ്മുടെ വെബ്സൈറ്റുകളിലൂടെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു മീഡിയ മിക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നടത്താവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആണോ എന്ന്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ
ഓക്കെ ആണോ? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കഴിഞ്ഞാല് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയ കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോ? സിമ്പിൾ ആയിട്ട് തോന്നിയില്ലേ? ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയവർക്കാണെങ്കിലും പഠിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് എന്താണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയില്ലേ? തോന്നിയോ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വരാവുന്നു. കാരണം 4 P's ഓഫ് മാർക്കറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രൊസീജിയേഴ്സും സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്തൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഏതൊക്കെ മെത്തേഡുകൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ അല്ലെ? അത് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാതിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത് കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ? അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ നമുക്ക്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആണോ? ആണോ? ഒരു ഹോസ്പിറ്റലിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണോ? വേണം അല്ലെ? ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? സുരക്ഷയും സുരക്ഷിതത്വവും എവിടത്തെയാണ്? ഒരു ഹോസ്പിറ്റലില് എങ്ങനെ നമുക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും അല്ലെ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മള് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും, അതിനുശേഷമായിരിക്കും സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന പോയിന്റ് വൈസ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് നമുക്ക് അടുപ്പമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ കുറച്ച് ഭാഗം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം നമുക്ക് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. നമുക്ക് തുടങ്ങാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് നമ്മളെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഡിഫൈൻ സേഫ്റ്റി. എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് സേഫ്റ്റി എന്ന് ചോദിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോട്ട്സ് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? ഓക്കെ, എന്താണ് സേഫ്റ്റി എന്ന് നോക്കിയേ. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും പരിക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ റിസ്ക് എന്തെങ്കിലും അപകട സാധ്യതകളിൽ നിന്നോ ഓർ ഹാം എന്തെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരാവുക അല്ലെ? ടു ബി ഫ്രീ ഫ്രം, മുക്തരാവുന്നതിനെയാണ് ശരിക്കും സേഫ്റ്റി എന്നതുകൊണ്ട് അല്ലെങ്കിൽ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു അപകടങ്ങൾ വരാൻ പാടില്ല അല്ലെ? നമുക്ക് എന്തെങ്കിലും അപകട സാധ്യതകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് അതൊന്നും ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക, അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തരായിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ശരിക്കും സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്താ? പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരാവുന്നതിനെയാണ് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? Then management of any hospital has a twofold responsibility concerning safety. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഒരു ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ഇരട്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരിക്കും. ഏതൊക്കെയാണ് ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് രണ്ട് ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടുന്നവർ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി? ഒരു ഹോസ്പിറ്റലിലെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പാലിക്കേണ്ടതായിട്ടുള്ള ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇരട്ട ഉത്തരവാദിത്തമാണ് പറയാവുന്നത്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് പാലിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ ആണ് ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഈ രണ്ടെണ്ണം നോട്ട് ചെയ്യണം കേട്ടോ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് നോക്കി,
to make the workplace and surroundings safe by creating safe condition. എന്താ ഒരു സുരക്ഷിതമായ ഒരു സേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെ, ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കി എടുത്തുകൊണ്ട് അവിടെയുള്ള ജീവനക്കാര് വർക്ക് ചെയ്യുന്ന ആ വർക്ക് പ്ലേസ് ജോലി സ്ഥലവും അതുപോലെ അതിന്റെ സറൗണ്ടിങ്സ് അതിന്റെ ചുറ്റുപാടും ആ വർക്ക് പ്ലേസ് ജോലി സ്ഥലവും അതിന്റെ ചുറ്റുപാടും വളരെ സേഫ് ആയിട്ട് വളരെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക. പക്ഷെ എന്താ ഫസ്റ്റ് പോയിന്റ്? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ്സ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുണ്ടാവുമല്ലോ, അതുപോലെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, അവർക്കിടയ്ക്ക് ആ ഒരു വർക്ക് പ്ലേസ് അവർ ജോലി ചെയ്യുന്ന സ്ഥലവും അതിന്റെ ചുറ്റുപാടും സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ട് നിലനിർത്തുക. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? അങ്ങനെ വളരെ സേഫ് ആയിട്ട്, അപ്പൊ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും അവരുടെ ചുറ്റുപാടാണെങ്കിലും വളരെ സേഫ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ അവരവിടെ സേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതാരാണ് അവിടെ അങ്ങനെ സേഫ് കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്? ആരാ ഉണ്ടാക്കിയെടുക്കേണ്ടത്? സ്റ്റാഫാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആണോ? സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേഫ് വർക്ക് എൻവയോൺമെന്റ് ആരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആരാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? മാനേജ്മെന്റ് അല്ലെ. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ആണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അതാണ് അവരുടെ ആദ്യത്തെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം. രണ്ടാമത് ടു എസ്റ്റാബ്ലിഷ് communicate to all concerned and enforce safety rules. ഇനി എന്താ? സേഫ്റ്റി റൂൾസ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നിയമങ്ങൾ അല്ലെ. സുരക്ഷാ നിയമങ്ങൾ കൃത്യമായിട്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുകയും അത് കൃത്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തുകയും അതവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്ഥാപിക്കുകയും ചെയ്യുക. ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒത്തിരി നിയമങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ സ്ഥാപിക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. എൻഫോഴ്സ് ചെയ്യാന്നുള്ളത് നടപ്പിലാക്കുക കേട്ടോ. അവിടെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, പ്രോപ്പറായി ഇന്ന രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യണം എന്ന രീതിയിൽ ഒത്തിരി റൂൾസ്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരോടും എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻസ് വഴി അത് ഓരോ ജീവനക്കാരിലേക്കും എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട ഓരോ ജീവനക്കാരിലേക്കും ആശയവിനിമയത്തിലൂടെ അവരെ അത് അറിയിക്കുകയും ചെയ്യണം. മനസ്സിലായോ? 2 പോയിന്റ് മനസ്സിലായോ? എന്താ നമ്മൾ ആദ്യം തുടങ്ങിയത്? ഫസ്റ്റ് ഭാഗം ഒന്ന് നോക്കി. സേഫ്റ്റി എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ടു ബി ഫ്രീ ഫ്രം ഇഞ്ചറി, പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരാവുക എന്നതാണ് ശരിക്കും സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട 2 ഉത്തരവാദിത്തങ്ങൾ, 2-fold റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി താഴെ പറഞ്ഞത്. അതിൽ ഒന്നാമത്തതാണ് ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ്സ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഒരു സുരക്ഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. ആരാ ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിലൂടെ അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആ ജോലി സ്ഥലവും അതിന്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുപാടുകളൊക്കെ വളരെ സേഫ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യുക. രണ്ടാമതായിട്ട് പറഞ്ഞത് ആ സ്ഥാപനത്തില് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സുരക്ഷാ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും അത് ബന്ധപ്പെട്ട അവിടുത്തെ മറ്റ് ജോലിക്കാരോട് ആശയവിനിമയത്തിലൂടെ അവരോട് അറിയിക്കുകയും ചെയ്യുക. ക്ലിയർ അല്ലേ? 2 റെസ്പോൺസിബിലിറ്റീസും ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സേഫ്റ്റിയുടെ ആദ്യത്തെ ഭാഗം. ഓക്കെ അല്ലേ?
ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം തുടങ്ങി സേഫ്റ്റി അവയർനെസ് തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലും തീരില്ല. ടൈം ഓൾറെഡി കഴിയാറായില്ലേ? നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. മാർക്കറ്റിംഗ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോൾ ചോദിക്കാം കേട്ടോ. താങ്ക് യു.